Hi students, this is our second session. In this session, we will discuss physical design of IoT. For studying physical design of IoT, we will have to know more about what is things in an IoT. T stands for things, and what is things in an IoT. And second thing is protocol. So we will have to study things and protocol. And first we can check what is things. Things in the context of IoT is an entity or physical object that is a unique identifier and the ability to transfer data through internet. Things എന്ന് പറഞ്ഞാൽ any physical device or man-made device or any electromechanical device that can be connected to internet with a unique identifier and should be able to transfer data through internet. ഏത് ഫിസിക്കൽ ഡിവൈസിനെയും അല്ലെങ്കിൽ ഫിസിക്കൽ എൻറ്റിറ്റിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, IoT എന്ന് പറയാൻ പറ്റും, പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് ഹാവ് എ യൂണിക് ഐഡൻറ്റിഫയർ ആൻഡ് എബിലിറ്റി ടു ട്രാൻസ്ഫർ ഡാറ്റ ത്രൂ നെറ്റ്വർക്കിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും നെറ്റ്വർക്കിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനും കഴിയുന്ന ഏത് ഫിസിക്കൽ ഡിവൈസിനെയും ഒബ്ജക്റ്റിനെയും ഒക്കെ നമുക്ക് എന്ത് പറയാം, തിങ്സ് എന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ നമുക്ക് എന്ത് നോക്കാം, വാട്ട് ഈസ് എ പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ റൂൾ ഫോർ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്. ഇപ്പം പ്രോട്ടോക്കോൾ ഫോർ എ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൂൾസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ടു ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റൂൾസിനെയാണ് ആക്ച്വലി പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പ്രോട്ടോക്കോൾസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി എന്താണെന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. IoT communication protocols are a mode of communication that protect and ensure optimum security to the data being exchanged between connected device. ഇൻ്റർനെറ്റിനകത്തോ അല്ലെങ്കിൽ IoTക്കകത്തോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് പ്രോട്ടോക്കോളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂൾസാണ് ആക്ച്വലി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതെന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമം സെക്യൂരിറ്റി ടു ദി ഡാറ്റ ബീങ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദി കണക്റ്റഡ് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം സെക്യൂരിറ്റി ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവിടെ എങ്ങനെ റിസീവ് ചെയ്യണം, അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് റൂൾസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. ഏത് വേയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, വെദർ വൈഫൈ ഓ ത്രൂ വയേഴ്സ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിങ്കനസ് വേണോ അസിങ്കനസ് വേണോ, അങ്ങനെ എത്ര വോൾട്ടേജ് വേണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസിനെയും സ്പെസിഫൈ ചെയ്യുന്ന സാധനത്തിനാണ് നമ്മളെന്ത് പറയുന്നത് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് പഠിക്കേണ്ടത്, ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoTക്കകത്ത് പഠിക്കേണ്ടത്. ഫസ്റ്റ് യു ഷുഡ് സ്റ്റഡി വാട്ട് ഈസ് തിങ്സ് ഇൻ IoT ആൻഡ് സെക്കൻഡ് തിങ് ഈസ് പ്രോട്ടോക്കോൾസ്. rules to define or rules for communicating between devices connected in internet. അതാണ് ആക്ച്വലി ഇതിനകത്ത് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. Before going to the physical design of IoT, we can consider the different layers of IoT. I think that it will be easier to study the physical design of IoT. So next we can consider layers of IoT. There are 5 different layers in an IoT structure or in an IoT architecture. First one is sensors and actuators. This is the first layer, and next layer is devices, and third layer is gateway
and fourth one is protocols, and last layer is cloud. So these are the different layers available in the architecture of IoT, Internet of Things. So first we can consider the first layer, that is sensors and actuators. What is a sensor? നമുക്ക് എല്ലാവർക്കും അറിയാം, സെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു കളക്ട് ദി ഫിസിക്കൽ ഇൻഫർമേഷൻ ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇതാണ് ആക്ച്വലി ഒരു സെൻസർ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള IoTയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിവൈസാണ് എന്ത് സെൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൻസർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെൻസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു electrical signal. So generally speaking, a sensor is a device that is able to detect changes in the environment and it convert into, and these changes it convert into electrical signal. A sensor is able to measure a physical phenomena like temperature, pressure and so on, and transform it into electrical signal. These are the features, and these sensors has three different features. First, it should be sensitive to the phenomena that it is measured. അത് മെഷർ ചെയ്യേണ്ട ഫിനോമിന എന്താണോ അതിനകത്ത് എന്തായിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ചസ് പോലും അതിനെന്ത് ചെയ്യണം, മെഷർ ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് സെക്കൻഡ് തിങ്, it should not be sensitive to other physical phenomena. ഈ മെഷർ ചെയ്യുന്ന അല്ലാതെ വേറൊരു ഫിസിക്കൽ ഫിനോമിന, വേറൊരു പാരാമീറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, സെൻസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനത്തിന് സെൻസിറ്റീവ് ആവാൻ പാടില്ല. അപ്പം ഏത് മെഷറാണ്, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സിൽ ടെമ്പറേച്ചറിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെഷർ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് സെൻസിറ്റീവ് ടു ദി pressure variation or other humidity variation or something like that. അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് തിങ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് മോഡിഫൈ ദി മെഷേർഡ് ഫിനോമിന ഡ്യൂറിങ് ദി മെഷർമെൻറ്റ് പ്രോസസ്സ്. മെഷർമെൻറ്റ് പ്രോസസ്സിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ സാധനം ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാൻ പാടില്ല. മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണോ മെഷർ ചെയ്യുന്ന ടൈമിലുള്ള വാല്യൂ, ആ വാല്യൂ എന്ത് ചെയ്യണം, റീഡ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. അപ്പോൾ ദീസ് ആർ ദി ത്രീ ഫീച്ചേഴ്സ് എ സെൻസർ ഷുഡ് ഹാവ്. അപ്പോൾ സെൻസർ എന്ന് പറഞ്ഞാൽ എനി ഫിസിക്കൽ ഡിവൈസ് ഓർ എനി ഡിവൈസ് that sense the physical phenomena in the surroundings or physical parameter in the surroundings and converted into electrical signal. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സറൗണ്ടിങ്സിലുള്ള ഏത് ഫിസിക്കൽ ഫിനോമിനയും ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനൊക്കെ എന്ത് പറയാൻ പറ്റും, സെൻസർ എന്ന് പറയാൻ പറ്റും. സെൻസർ ഷുഡ് ഹാവ് ത്രീ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി സെൻസിറ്റീവ് ടു ദി ഫിനോമിന ദാറ്റ് ഇറ്റ് ഈസ് മെഷർഡ്. It should not be sensitive to other physical phenomena, and it should not modify the measured phenomena during the measurement process. For example, temperature sensor. Temperature sensor എന്താ ചെയ്യുന്നത്? Temperature sensor എൻവയോൺമെൻറ്റിലുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസറുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. ആൻഡ് ദീസ് ടെമ്പറേച്ചർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ ഫോം. അപ്പം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിലോ ഫാരൻഹൈറ്റിലോ നമ്മൾ മെഷർ ചെയ്യും. ആ ഡിഗ്രിയിലോ ഫാരൻഹൈറ്റിലുള്ള വേരിയേഷൻസ്, ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് അതെന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽസായിട്ട് കൺവേർട്ട് ചെയ്യും. അത് വോൾട്ടേജിലോ കറണ്ടിലോ എന്ത് ചെയ്യും, വേരി ചെയ്യും. ഇപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇലക്ട്രിക്കൽ കറണ്ടിലോ വോൾട്ടേജിലോ ഏതിലെങ്കിലും ഒന്ന് എന്ത് ചെയ്യും, വേരി ചെയ്യും. അതുപോലെ പ്രഷർ സെൻസർ, ഒരു സറൗണ്ടിങ്സിലുള്ള പ്രഷർ വേരിയേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മെഷർ ചെയ്യാൻ പറ്റും. പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താ, ഒരു ഫിസിക്കൽ പാരാമീറ്ററാണ്. ആ പാരാമീറ്ററിന് എന്ത് ചെയ്യും, പ്രഷർ സെൻസർ സെൻസ് ചെയ്ത് അതിന് ആ പ്രഷറിൻ്റെ വേരിയേഷൻസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ പാരാമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ PIR സെൻസർ എന്ന് പറഞ്ഞാൽ
ഹ്യൂമൻ പ്രസൻസ് അല്ലെങ്കിൽ അതുപോലെ ജീവജാലങ്ങളുടെതല്ല ഹ്യൂമൻ പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ആ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ വേരിയേഷനായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി സെൻസർ, ഹ്യൂമിഡിറ്റിയിലുള്ള അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റീൻ്റെ വേരിയേഷൻസ് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് സെൻസസ്. ഒരുപാട് സെൻസസ് അവൈലബിൾ ആണ്. ഈ സെൻസസ് ആണ് IoTയുടെ എന്താ പറയുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്. ഈ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ ഡിവൈസസിനെ അല്ലെങ്കിൽ സാധാരണ ഡിവൈസസിനെ എന്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഡിവൈസസിൻ്റെ പിന്നെ പാരാമീറ്റേഴ്സ്, വേരിയേഷൻസ് ഇൻ പാരാമീറ്റേഴ്സ് നമുക്ക് എവിടെ സെൻഡ് ചെയ്യാൻ പറ്റില്ല, ത്രൂ ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സെൻസേഴ്സ് ആണ് അതിൻ്റെ ബേസിക് പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വട്ട് ഈസ് എൻ ആക്ച്വേറ്റർ. Actuator is a mechanism for turning energy into motion. ഇലക്ട്രിക്കൽ എനർജീനെ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് എന്ത്, അല്ല ഡിവൈസസ് ആണ് ആക്ച്വലി എന്ത് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി ഔട്ട്പുട്ട്, അതായത് നേരത്തെ നമ്മൾ സെൻസ് ചെയ്ത ഡിവൈസസിനകത്ത് കിട്ടുന്ന സിഗ്നലിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു ആക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ച്വേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DC മോട്ടോർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് റിമോട്ട് പ്ലേസിലുള്ള ഒരു ഡോറ് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം സെൻസ് ചെയ്തു ഡോറ് ഇസ് നോട്ട് ക്ലോസ്ഡ്, അത് ഓപ്പൺ ആണ് എന്ന് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു DC മോട്ടറിൻ്റെ ഹെൽപ്പോടെ ഡോറിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. ഇഫ് ദി മോട്ടർ ഈസ് കണക്റ്റഡ് ടു എ DC മോട്ടർ. ഈ ഒരു ഡോറ് നമ്മൾ മോട്ടറിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ ആക്ച്വേറ്ററായിട്ടുള്ള മോട്ടറിന് എന്ത് ചെയ്താൽ മതി, ഇലക്ട്രിക്കൽ സിഗ്നൽ സപ്ലൈ ചെയ്താൽ മതി. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ മോട്ടർ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡോറിനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. സോ ആക്ച്വേറ്റർ ഈസ് എ കമ്പോണൻറ്റ് ഓഫ് എ മെഷീൻ that is responsible for moving and controlling a mechanism or a system. For example, by opening a valve, ഒരു വാൽവ് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ സിഗ്നൽ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ മൂവ്മെൻറ്റ് വഴി ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യാം. ഒരിക്കൽ കൂടെ പറയാം, an actuator is a component of a machine that is responsible for moving and controlling a mechanism or a system. ഒരു സിസ്റ്റത്തിനകത്തെ മെക്കാനിസത്തിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ്റെ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആക്ച്വേറ്റർ എന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലേ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഒരു മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ സോളിനോയിഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണ്ടിട്ടില്ലേ, ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെല്ല് നമുക്ക് റിങ് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നേരത്തെ പറഞ്ഞ സെൻസേഴ്സിനകത്ത് കിട്ടുന്ന സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ആക്ച്വലി ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വേറ്റേഴ്സും സെൻസേഴ്സുമാണ് ഇതിൻ്റെ എസെൻഷ്യൽ പാർട്ട്. സെൻസേഴ്സ് നമ്മൾ ഇൻപുട്ട് ഡിവൈസായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ ആക്ച്വേറ്റേഴ്സ് നമ്മൾ ഔട്ട്പുട്ട് സെക്ഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് എന്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, സെൻസർ ആൻഡ് ആക്ച്വേറ്റർ.